നമ്മൾ രണ്ടാമത് മരണപ്പെട്ടു കൊണ്ടതാണ്. ഞാൻ ഉറങ്ങുമ്പോ 2:45 മണിക്ക് ഞങ്ങളെന്തിനു കൊല്ലുവാൻ നോക്കി? ഞങ്ങളെന്ത് തെറ്റ് ചെയ്ത് മോനെ ഇനി നോക്കുന്നതായത്? ഞങ്ങളെന്ത് തെറ്റ് ചെയ്ത് ഞങ്ങള്? ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ പോയിന്റാണ്, കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ മർദ്ദിച്ചു എന്നുള്ള ഒരു പച്ചക്കള്ളം പൊള്ളിഞ്ഞ് നാരായണത്തിലല്ലാവുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതൊരു പാർട്ടി ബേസ് അങ്ങനൊന്നും ആയിട്ട് നിങ്ങൾ ആരും കാണണ്ട. ഉള്ളത് പോലെ സത്യം പോലെ തന്നെ പറയാനുള്ള ഒരു മനസ്സ് കാണിക്കണം. കരിങ്കൊടി കാണിച്ച ഒരു വ്യക്തിയുടെ വീടിന് നേരെ ബോംബേർ നടന്നിരിക്കുകയാണ്. നമ്മളെ നാടിന്റെ അവസ്ഥ എന്താണ്? പണ്ട് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, പണ്ട് പറഞ്ഞാൽ കുറച്ച് മുന്നേ, ഉമ്മൻചാണ്ടി എന്നായിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പേര്. അദ്ദേഹത്തെ അങ്ങനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച ഒരു കൂട്ടം ജനത ഉണ്ടായിരുന്നല്ലോ. വണ്ടിക്ക് നേരെ കല്ലെറിഞ്ഞ് നെറ്റിപ്പൊട്ടി നിന്ന് പ്രസംഗിച്ച മുഖ്യമന്ത്രിയായിരുന്നു നമ്മളുടേത്. അവസാനം എറിഞ്ഞ വ്യക്തി മുഖ്യമന്ത്രിയോട് വന്ന് സംസാരിച്ച് അവർ മാപ്പ് കൊടുക്കുന്നതും അവരൊരു ചങ്കുമായി മാറുന്നത് വരെ നമ്മളെ മനുഷ്യർ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലത്തെ മന്ത്രിയുള്ള നമ്മളെ നാട്ടിൽ കേവലം കണ്ണ് പൊഴിടാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു ഉഡായിപ്പ് പരിപാടി പൊളിഞ്ഞു പോയി. എന്നിട്ട് ആ പൊളിഞ്ഞു പോയ കരിങ്കൊടി കാണിച്ച വ്യക്തിന്റെ വീടിന് നേരെ ബോംബേറ്. ഏത് രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ഒരു കരിങ്കൊടി കാണിക്കാനുള്ള പെർമിഷൻ നമുക്കില്ലേ? കരിങ്കൊടിയെ കാണിച്ചിട്ടുള്ളൂ. കള്ളത്തരം പൊളിഞ്ഞതാണ്. സത്യമാണ് പറയുന്നത്. സത്യമായിട്ട് തന്നെ സംസാരിക്കാനുള്ള ഒരു കാര്യം വേണം. അല്ലാതെ എന്തെങ്കിലും കമന്റ് ബോക്സിൽ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല.